നിങ്ങളിൽ ഓരോരുത്തരുടെയും ഖൽബിൽ സൂറത്ത് യാസീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് പൂതിയാകുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സൂറത്ത് യാസീന്റെ ഏകദേശം നടുക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ആയത്തുണ്ട്. സ്വർഗത്തിൽ ഭാര്യ ഭർത്താവായിട്ടാണ് ജീവിക്കാന്ന് പറഞ്ഞ ആയത്ത്. ഏതായത് ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഭാര്യമാരും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടിൽ അലൽ അറായികി കട്ടിലിന്മേൽ മുത്തഖിഊൻ ചാരിയിരിക്കുകയാണ്. ലഹും അവർക്കുണ്ട് ഫീഹാ അതിൽ ഫാകിഹത്തുൻ പഴങ്ങൾ വലഹും മാ യദ്ദഊൻ ഓർഡർ ചെയ്യുന്ന മറ്റു വസ്തുക്കൾ. സ്വർഗ്ഗാണ് ഈ വിവരിച്ചത്. സ്വർഗം മുഴുവനായി പറയുന്നത്. ആ കുട്ടി ആ ഫാമിലിയുടെ ഉള്ളിൽ കയ്യിൽ നോക്കി മഞ്ഞ കുപ്പായം എന്നിട്ട് ബാക്കിയുള്ളവരും നോക്കിയാൽ മതി. എന്റെ അടുത്തുള്ള പലയിടത്തും മാറ്റി കിട്ടാന്ന് തോന്നുന്നുണ്ട്. ഹും അവർ അസ്വാജും അവരുടെ ഇണകളും. ഞാൻ എല്ലാം കാണുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളെല്ലാവരും കാണുന്ന പണിയൊക്കെ ഞാൻ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങളിങ്ങനെ അങ്ങോട്ട് നടക്കുന്നതും നിങ്ങൾ വെച്ചേരാക്കുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ കാണുകയാണ്. ഒരു പ്രശ്നമില്ല. എല്ലാവരും നോക്കട്ടെ. ഹും അവർ അസ്വാജും അവരുടെ ഭാര്യമാരും. ഏതാ ഭാര്യയാണ്? ഇവിടെ നിന്നുള്ള അതേ ഭാര്യയാണ് എല്ലാവർക്കും സ്വർഗത്തിലുള്ളത്. ബേജാറാനൊന്നുമില്ല. പല്ലിന്റെ ശരിവൊക്കെ നേരായിട്ടുണ്ടാവും. ഇവിടെ നിന്നുള്ള അതേ ഭർത്താവാണ് സ്വർഗത്തിൽ ഉണ്ടാകുക. യാതൊരു ബേജാറും വേണ്ട. കുറച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് മിസ്റിലേക്ക് വരികയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കസേര വാപ്പാക്ക് കൊടുക്കുകയും ചെയ്തതാണ് സൂറത്ത് യൂസുഫിന്റെ അവസാനത്തെ രംഗം. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വർണത്തിന്റെ കസാരയിൽ ഇരുന്ന ആളാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വർണത്തിന്റെ കിരീടം ധരിച്ച ആളാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. നമ്രൂദും ഖാറൂനും കഴിഞ്ഞ ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിൽ സ്വർണം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശരീഅത്തിൽ സ്വർണം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വർണത്തിന്റെ സിംഹാസനത്തിൽ യൂസുഫ് നബി ഇരുന്നു. ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തും ഒരു പരാമർശം, ഇന്നല്ലാഹ ലതീഫുൻ ലിമാ യശാ. അല്ലാഹു ഉദ്ദേശിച്ചത് ചെയ്യുന്നതിൽ അവൻ ലത്തീഫാകുന്നു. ലത്തീഫ് എന്ന് പറഞ്ഞാല് മൈന്യൂട്ട് എന്നാണ് അതിന്റെ അർത്ഥം. നേർമയായി, വളരെ നിരുഷ്ണമായി, മയമായി, വളരെ സുതാര്യമായി എന്നാണ് ലത്തീഫിന്റെ അർത്ഥം. അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യുകയും. ഫലസ്തീനിലെ മലമ്പ്രദേശത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് നബിയും ഒക്കെ താമസിച്ചിരുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളാണ്. ഒരു ഉമ്മാക്ക് 10 മക്കളും വേറൊരു ഉമ്മാക്ക് 2 മക്കളും വേറൊരു ഭാര്യക്ക് മക്കളുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഭാര്യക്ക് 10 മക്കളാണ്. രണ്ടാമത്തെ ഭാര്യക്ക് 2 മക്കളാണ്. ഒന്ന് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, രണ്ടാമത്തേത് സയ്യിദുനാ ബിന്യാമീൻ അലൈഹിസ്സലാം. ബിന്യാമീൻ ജനിച്ചതോടുകൂടി അവരുടെ ഉമ്മ മരണപ്പെട്ടു. ബിന്യാമീൻ എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് മരണപ്പെട്ട ഉമ്മാന്റെ കുട്ടി എന്നാണ് അർത്ഥം. അത് സിറിയാനി ഭാഷ. ബിന്യാമീന്റെ ജനനത്തോടുകൂടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മരണപ്പെട്ടിരുന്നു. അവനെ നോക്കാൻ വേണ്ടി യാക്കൂബ് നബി അലൈഹിസ്സലാം രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു വിവാഹം കഴിച്ചു.
മൂന്നാമത്തെ വിവാഹം കഴിച്ചു. അവരാണ് യൂസുഫിനെയും ബിന്യാമീനെയും നോക്കിയത്. ഇളയമ, ഒരു ഇളയമക്ക് കുട്ടികളെ എത്രത്തോളം നോക്കാൻ കഴിയും എന്നതിന്റെ ഉദാഹരണമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും ബിന്യാമീന്റെയും ഇളയമ. പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം, അവരുടെ വാപ്പ, അവരുടെ ഉമ്മ എന്ന് പറഞ്ഞ ആ ഉമ്മ മുഴുവൻ ഇളയമയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ബിന്യാമീന്റെ ജനനത്തിന് ശേഷം ജീവിച്ചിരുന്നിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും ഉമ്മ 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 എന്ന് പറഞ്ഞതൊക്കെ ഇളയമ്മനെ കുറിച്ചാണ്. സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെയും ബിന്യാമീന്റെയും ഉമ്മയുടെ സ്ഥാനത്തുള്ള ഇളയമ്മ. അവരും കൂടിയാണ് മിസ്റിലേക്ക് വരുന്നത്. ഫലസ്തീനിലെ മലപ്രദേശത്തുള്ള മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ 11ാമത്തെ മകനായ യൂസുഫ് അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ പട്ടണമായ മിസ്റിലെ രാജാവാകുക എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അള്ളാഹ് അതിലൊരു തീരുമാനം. അതാണ് ലത്തി എന്ന് പറഞ്ഞാൽ പടച്ചോനോട് ചോദിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ കാൽക്കുലേഷൻ ഒരിക്കലും ശരിയല്ല. അതൊന്നും ഇപ്പൊ നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു നമുക്ക്. പടച്ചോനെ, എനിക്കൊരു 2 നില വീടും ഒരു ഇന്നോവ കാറും തരണേ. ഒരു സാധ്യതയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മളെ വിചാരിക്കാത്തതുകൊണ്ടാണ് സാധ്യതയില്ലാത്തത്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ സാധ്യത ഉണ്ട്. ഫലസ്തീനിലെ മലയുടെ താഴ്വാരത്ത് താമസിച്ചിരുന്ന യാക്കൂബിന്റെ മകനെ മിസ്റിലെ രാജാവാക്കാൻ കഴിഞ്ഞ അല്ലാഹു തആലക്ക് 2 നില വീടും ഇന്നോവ കാറും തരാൻ ഒരു പ്രയാസമില്ല. തോൽക്കാൻ ഞമ്മക്ക് മടിയുണ്ടെന്നേ ഉള്ളൂ, തരാൻ മടിയുള്ളവനല്ല അല്ലാഹു തആല. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി. സ്വർഗം ചോദിക്കുമ്പോ ഫിർദൗസ് ചോദിക്കണം. ഏതാ ഫിർദൗസ്? സ്വർഗത്തിന് 100 ദറജകളാണ്. അതിൽ ഏറ്റവും ഉന്നതമായ ദറജയുടെ പേരാണ് ഫിർദൗസ്. ഏറ്റവും ഉന്നതമായ ദറജയാണ് ഫിർദൗസ്. മഹത്വമുള്ള എല്ലാ കാര്യങ്ങളെയും മോശമാക്കാനുള്ള ഒരു അജണ്ട നമുക്കുണ്ട്. അതുകൊണ്ട് ഫിർദൗസിനെ നമ്മൾ പിന്നെ എന്തൊക്കെയോ ആക്കി കൊടുക്കും. ഫിർദൗസിന്റെ മലയാളമാണ് പറുദീസ, ഫിർദൗസിന്റെ ഇംഗ്ലീഷാണ് പാരഡൈസ്. നമ്മളത് ബാറിന് പേരിട്ട ദുഷ്ടന്മാരാണ്. ജന്നത്തുൽ ഫിർദൗസിന്റെ പേരാണ് പാരഡൈസ്, പറുദീസയുടെ ഇംഗ്ലീഷാണ് പാരഡൈസ്. പക്ഷെ നമ്മളത് ബാറിനാണ് കൊണ്ടുപോയിട്ടത്. അങ്ങനത്തെ ദുഷ്ടന്മാരാണ്. നമ്മൾ മോശമായതാണ്, അള്ളാഹ് മോശമായതല്ല. അള്ളാഹ് വിചാരിച്ചാൽ എന്തും തരാൻ പറ്റും. ദോരത്തിനെ നമ്മൾ ഇഷ്ടത്തരം കാണിക്കണ്ട എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് നടക്കാനുള്ളതാണ് കല്യാണം. ഇവിടുത്തെ അതേ ഭാര്യയാണ് അവിടെ, ഇവിടുത്തെ അതേ ഭർത്താവാണ് അവിടെ. യൂസുഫ് നബി അലൈഹി സ്വലാം വലിയ സൗന്ദര്യമുള്ള ആളായിരുന്നു. സുലൈഖ ബീവി ആകർഷിച്ചു, നാട്ടിലെ മുഴുവൻ ആൾക്കാരും ആകർഷിച്ചു. ഭയങ്കര സൗന്ദര്യം. അള്ളാഹു സൗന്ദര്യത്തെ പടച്ച് അതിനെ 2 ഭാഗമാക്കി അതിലെ പകുതി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കുന്ന പകുതി യൂസുഫ് നബി കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഭംഗി എത്ര കൊടുത്തു? ഞാൻ പറഞ്ഞോളാം, മുഴുവനും എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അല്ലെ? ഭംഗിയുടെ മുഴുവൻ എന്നാണ്. പകുതി യൂസുഫ് നബി കൊടുത്താൽ പിന്നെ മുഴുവൻ ഉണ്ടാവില്ല, ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. അത് മുഴുവൻ കൊടുക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യം കാണാൻ പോലെ ഞാനും ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ച് ബാക്കിയല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി മുഴുവൻ കൊടുക്കാൻ ഉണ്ടാവില്ല. പിന്നെന്താ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂസുഫ് നബിക്ക് പകുതി കൊടുത്ത ഭംഗി വേറെയായിരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവൻ കൊടുത്ത ഭംഗി വേറെയാണ്. അല്ലാഹു തആലക്ക് 2 തരത്തിൽ ഭംഗിയുണ്ട്. ഒന്ന് ഹസനത്ത് എന്ന ഭംഗിയുണ്ട്, ഒന്ന് ജമാലിയത്ത് എന്ന ഭംഗിയുണ്ട്. 2ഉം ഭംഗിയാണ്. ഹസനത്ത് എന്ന ഭംഗിയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പകുതി കൊടുത്തത്. ജമാലിയത്ത് എന്ന ഭംഗിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവൻ കൊടുത്തത്. എന്താ 2ഉം തമ്മിലുള്ള വ്യത്യാസം? ഹസനത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നതും
ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടി വരുന്നതുമാകുന്നു. യൂസുഫ് നബിക്ക് ഹസനത്ത് എന്ന ഭംഗിയാണ് കൊടുത്തത്. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിലേക്ക് ഒരുപാട് ആളുകളെ വിളിച്ചു വരുത്തി ചെത്തിത്തിന്നാവുന്ന ഒരു പഴവും കത്തിയും കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സദസ്സിലേക്ക് ഇറക്കിയപ്പോ അവർ പഴം ചെത്തുമ്പോൾ അറിയാതെ കൈയും ചെത്തിപ്പോയി. പിന്നെ പഴം ചെത്തി. ആദ്യം കൈയെത്തി, ഉന്നം ചെത്തി, പഴം ചെത്തി. പിന്നെ രണ്ടാമത് കൈയെത്താതെ കാരണം നമുക്ക് പെട്ടെന്ന് തോന്നും വേദനയായിട്ടാണ്. വേദനയായിട്ടാണെങ്കിൽ ആദ്യം ആ വേദനയല്ലേ. ആദ്യ തവണ ആസ്വദിക്കാൻ കഴിയുന്ന അത്ര രണ്ടാമത്തെ തവണ ആസ്വദിക്കാൻ കഴിയില്ല. അത് യൂസുഫിയുടെ ഭംഗിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. യൂസുഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യെത്തണ്ടെന്നാ പോലും ബാക്കി പഴം ചെത്താതെ ഇരുന്നിട്ട് പോലുമില്ല എല്ലാം. അപ്പൊ ഞമ്മക്കൊക്കെ ഭംഗി ഉണ്ടാവും. 18 വയസ്സിൽ ഒരു പെൺകുട്ടി നമ്മൾ കല്യാണം കഴിച്ചു വന്നു. 19ാമത്തെ വയസ്സിൽ അത്ര തന്നെ ഭംഗി ഉണ്ടാവില്ല, 20ൽ അത്ര തന്നെ ഉണ്ടാവില്ല, 40ൽ അത്രയും ഉണ്ടാവില്ല, 60ൽ അത്രയും ഉണ്ടാവില്ല, 75ൽ തീരെ ഉണ്ടാവില്ല. ആണുങ്ങളെ മാത്രമേ പെണ്ണുങ്ങളെ മാത്രം എടുക്കണ്ട. 15 വയസ്സിൽ എനിക്കുണ്ടായിരുന്ന ഭംഗി 45 വയസ്സിൽ എനിക്കില്ല. 50ൽ അത്രയും ഉണ്ടാവില്ല, 65ൽ ഇത്രയും ഉണ്ടാവില്ല. ആർക്കുമില്ല. ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയുന്നു. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് ഹസനത്ത് എന്നതാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ആതിനാ ഞങ്ങൾക്ക് നീ തരണമേ, ഫിദ്ദുനിയാ ദുനിയാവിൽ ഹസനതൻ ചൊറുക്കുള്ള ഒരു പെണ്ണിനെ തരണേ. ഹസൻ ഭംഗിയുള്ളവൻ, ഹസനത്ത് ഭംഗിയുള്ളവൾ. ആത്തിനാന്നുള്ളതിൽ എല്ലാം ഉണ്ട്. നല്ല ചൊട്ടുള്ള ഒരു പെണ്ണുമായി പെട്ടതിനെ. അപ്പൊ വാസ്തവത്തിൽ റബ്ബനാത്തിനുള്ള ദ്വാരത്തിലാണ് നല്ല ഭാര്യയെ കിട്ടാനും നല്ല ഭർത്താവിനെ കിട്ടാനുള്ളത് തന്നെയാണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നല്ല, ഞാനിപ്പോ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അപ്പൊ ഹസനത്ത് എന്ന ഭംഗിയാണ് ദുനിയാവിൽ എല്ലാവർക്കും ഉള്ളത്. ആസ്വദിക്കുന്നതിനനുസരിച്ച് പറയും. എന്നാൽ മുഹമ്മദ് നബിയുടെ ഭംഗി അതായിരുന്നു. രാവിലെ വന്ന് നബിതങ്ങൾ അങ്ങനെ നോക്കും, വൈകുന്നേരം പോകും. ഒരു സഹാബി വരും, പിന്നെ രാവിലെ വരും, വൈകുന്നേരം പോകും. ഒരു ദിവസം നബിതങ്ങൾ ചോദിച്ചു, അല്ലയോ സഹാബി, മാ ബാലുക്കും, എന്താ നിങ്ങൾ എന്നും രാവിലെ വന്ന് എന്നെ ഇങ്ങനെ നോക്കി വൈകുന്നേരം പോകുന്നത്? ആ സഹാബി വര്യൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി നിങ്ങളും ഞാനും ഉണ്ടായി. നിങ്ങൾ വേറെ എവിടെയും വലിയ ചർച്ചയിലായിരിക്കും, ഞാൻ വേറെ എവിടെയും. അപ്പോ നിങ്ങളുടെ ഈ ഭംഗി എനിക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയോ എന്ന് തോന്നിയപ്പോ ദുനിയാവിൽ നിന്ന് മാക്സിമം ആസ്വദിക്കട്ടെ എന്ന് കരുതിയതാണ് എന്ന് പറഞ്ഞപ്പോ നസറൽ അമീൻ മലക്ക് ജിബ്രാഈൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ പറഞ്ഞു കൊടുത്താലേ സ്വർഗത്തിൽ എല്ലാവരും എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. ഗഫൂറിനെ കണ്ടിട്ട് കുറെ കാലായല്ലോ എന്ന് തോന്നുമ്പോൾ ഗഫൂറല്ലേ നിൽക്കണേ. അബ്ദുറഹ്മാനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ല, അബ്ദുറഹ്മാനെ നിൽക്കണേ. എല്ലാരെയും എപ്പോഴും കാണുമെന്ന് പറഞ്ഞവരെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നമ്മളോട് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ആസ്വദിക്കാൻ മാത്രം എന്താണത് നിബിധങ്ങളിലുണ്ട്. ആസ്വദിക്കുന്നതിനനുസരിച്ച് നിബിധങ്ങളുടെ ഭംഗി കൂടി വരുന്നു. ഇന്നലെ കണ്ടിരുന്ന ഭംഗിയായിരുന്നില്ല നിബിധങ്ങൾക്ക് ഇന്ന് കാണുമ്പോൾ ഉണ്ടായിരുന്നത്, അതല്ല നാളെ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. ഈ ഭംഗിയാണ് സ്വർഗത്തിലെ എല്ലാവരും വരുന്നത്. ആസ്വദിക്കും തോറും കൂടുന്ന ഭംഗി. സ്വർഗത്തിലൊരു ചന്തയുണ്ട്, സൂഖുൽ ജുമുഅ എന്ന പേരായിട്ട് വെള്ളിയാഴ്ചയുള്ള ഒരു ചന്ത. സ്ത്രീകൾ പോകാത്ത പുരുഷന്മാർ മാത്രം പോകുന്ന ഒരു ചന്ത. ആ ചന്തയിൽ പോയി വരുമ്പോ ഒരു പൊടിക്കാറ്റുണ്ടാകുമെന്നാണ്.
ആ പൊടിക്കാറ്റ് ശരീരത്തിൽ ആയാൽ ഭംഗി ചേഞ്ച് ചെയ്യും. പുതിയ ഭംഗിയോടുകൂടിയാണ് ചന്തയിൽ പോയിട്ട് വരിക. ചന്തയിൽ പോയിട്ട് വന്നിട്ട് നോക്കുമ്പോ വീട്ടിലുള്ള ഭാര്യയുടെയും ഭംഗി മാറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ വേറെ ആളായിട്ടുണ്ടാവും. ആളെ തന്നെയാണ്, ഭംഗി വേറെ. ഇങ്ങനെ ഓരോ നിമിഷത്തിലും മാറ്റി മാറ്റി കൊടുക്കും. ആഴ്ചയിൽ ഒരിക്കലും ഒരുമിച്ച് മാറ്റി കൊടുക്കും. അങ്ങനെയുള്ള ഭംഗിയാണ് സ്വർഗത്തിൽ ആസ്വദിക്കാനുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവിടുത്തെ ഇതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിൽ നല്ല ഭംഗിയുണ്ടാവും.